ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അപ്പോസ്തലൻ പൗലോസ് കഷ്ടതയെ ഒരനുഗ്രഹമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പൗലോസ് അനുഭവിച്ച കഷ്ടത പൗലോസ് പറയുന്നത് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുകാരനാകുവാൻ എനിക്ക് കാരണമായി എന്നുള്ളത് ഒരഭിമാനത്തോടെ പൗലോസ് പറയുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ താൻ പ്രശംസിക്കുവാൻ തനിക്ക് വകയുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർ പ്രശംസിക്കുന്നുവെങ്കിൽ എനിക്ക് അതിനേക്കാൾ പ്രശംസിക്കുവാൻ അഭിമാനിക്കുവാൻ വകയുണ്ട് എന്ന് പറഞ്ഞ് 12-ാം അധ്യായം തുടങ്ങിയിട്ട് അതിൻ്റെ 9, 10, 11 വാക്യങ്ങളൊക്കെ ഈ കഷ്ടതയെ കുറിച്ച് പറയുന്നത് ഞാൻ ബലഹീനനാകുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇപ്പോൾ നോക്കണം, തനിക്ക് നേരിടുന്ന ഉപദ്രവവും ഞെരുക്കം, കഷ്ടത ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ തന്നെ ബലഹീനനാക്കുന്നുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു ഞാൻ ബലഹീനനാകുമ്പോൾ തന്നെ ശക്തനാകുന്നു. എന്തുകൊണ്ട് ശക്തനാകുന്നു എന്ന് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഞാൻ ബലഹീനനാകുമ്പോൾ, എനിക്ക് ഞെരുക്കം നേരിടുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, എനിക്ക് കയ്യേറ്റം നേരിടുമ്പോൾ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ ധാരാളമായി വരുന്നു എന്നുള്ളത്. അപ്പോൾ കഷ്ടത ഞാൻ അനുഭവിക്കുമ്പോൾ ആ കഷ്ടതയിലാണ് കർത്താവിൻ്റെ ശക്തി എനിക്ക് അനുഭവിപ്പാനിടയായിത്തീരുന്നു. അതുകൊണ്ട് കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു എന്നാണ്, പ്രശംസാ വാക്കുമായിട്ടാണ് കഷ്ടതയെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4 മുതലുള്ള വാക്യവും ഇതേ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ കഷ്ടത്തിൽ ഞങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു. ആ ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടത ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ നിറയുകയും ആ ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ് പൗലോസിവിടെ പറയുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആശ്വാസവും പെരുകുന്നു. അപ്പോൾ നോക്ക്, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കഷ്ടമെന്ന് എഴുതുന്നു വെച്ചാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് പൗലോസ് പറയുന്നു എനിക്ക് പലപ്പോഴും കഷ്ടതയുണ്ട്, പക്ഷേ അതോപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, കഷ്ടതയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഒന്ന്, താൻ കഷ്ടതയെ അനുഗ്രഹമായി പറയുന്നതിൻ്റെ കാരണം കഷ്ടതയിൽ ബലഹീനനാകുന്നു, ബലഹീനത കർത്താവിൻ്റെ ശക്തി അനുഭവിക്കാൻ കാരണമാകുന്നു. വീണ്ടും കഷ്ടതയെക്കുറിച്ച് പറയുന്നു കർത്താവിൻ്റെ ആശ്വാസം ധാരാളമായി എനിക്ക് കിട്ടുന്നു. പിന്നെയും പറയുന്നു ഞങ്ങൾ അങ്ങനെ ആശ്വാസം പ്രാപിക്കുന്നതുകൊണ്ട് കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകും. പ്രൈസ് ദി ലോർഡ്. ഇനിയും കഷ്ടതയെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒത്തിരി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ആ ഭാഗം എല്ലാം വിട്ട് സ്തോത്രം നമ്മുടെ ചെറിയ ചിന്തയിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. നോക്കണം, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്തോത്രം
ഒരു വലിയ തേജസ്സിന് ഹേതുവാകുന്നു. സ്തോത്രം. അപ്പൊ കഷ്ടത എന്നുള്ളത് പൗലോസ് പറയുന്നു ഒരു വലിയ തേജസ് ലഭിക്കുവാൻ അത് കാരണം. അപ്പം വലിയ തേജസ് ലഭിക്കണമെങ്കിൽ അതിന് ഒരു കഷ്ടതയിലൂടെ നാം പോകേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടത നമുക്ക് തേജസ്സിലേക്ക് നയിക്കുന്ന ഒരു സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട മാർഗം, ഒരു വഴിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ ഹേതു അതാണ് എന്നുള്ളതും പൗലോസ് ഇവിടെ കഷ്ടതയെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക ഞാൻ പറയട്ടെ, കഷ്ടത ഒരനുഗ്രഹമെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഇതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, ഹല്ലേലൂയ, രണ്ടാമത്തെ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്. കഷ്ടതയ്ക്ക് ഒരു സമയപരിധിയുണ്ട്. അതൊരിക്കലും നീണ്ടുപോകത്തില്ല. എപ്പോഴും അതൊരു ടൈം ബൗണ്ടാണ്. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യന്മാരോട് ചേർന്നിരിക്കുമ്പോൾ, ഇതാ ക്രൂശീകരണത്തിന് അല്ലെ മരണത്തിന് വേണ്ടി ഞാൻ പോകുകയാണ്, ഞാൻ കൊല്ലപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 3 നാളിലേക്കുള്ള ഒരു കഷ്ടതയിലേക്ക് ഇതാ ഞാൻ പോകാൻ പോകുകയാണ്. അപ്പൊ നോക്കണം, ആ കഷ്ടത 3 ദിവസത്തെ കഷ്ടതയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിനെ പിടിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവർ വിസ്തരിക്കുന്നു, ക്രൂശീകരിക്കുന്നു, അടക്കുന്നു. ഇതെല്ലാം ഉണ്ട് എങ്കിലും സ്തോത്രം 3-ാം നാൾ ഒരു ഉയർപ്പും കൂടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉയർപ്പിന് മുൻപ് ഒരു കഷ്ടതയുണ്ട്. പക്ഷെ ആ കഷ്ടതയ്ക്ക് 3 ദിനം മാത്രമേ ആയുസുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, യോബിന്റെ ജീവിതത്തിൽ വളരെ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. ഒരു ടൈം ബൗണ്ട് ആയിരുന്നതിന് സ്തോത്രം. എന്നേക്കുമായി അവൻ കഷ്ടതയിലേക്ക് പോവുകയല്ല. ഒരു ടൈം കഴിയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതവനെ വിട്ടുമാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതം നമുക്കറിയാം. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നുണ്ട്, അവന് ദൈവത്തിൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞു. അബ്ശാലോം അവനെതിരാകുന്നു, അതിനുമുമ്പ് ശൗൽ അവനെതിരായി തീർന്നു. ജീവിതത്തിൽ ഒത്തിരി എതിരുകൾ, കഷ്ടതയിലൂടെ പോയ മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദൊരു സിംഹാസനവും ദൈവിച്ചിരുന്നു. സ്തോത്രം. ഒരു ടൈമിൽ അവൻ കഷ്ടത്തിലൂടെ പോയി എന്നുള്ള സത്യമാണെങ്കിലും സ്തോത്രം, ശ്രേഷ്ഠമേറിയ ഒരു സിംഹാസനവും തനിക്ക് ദൈവം വെച്ചിരുന്നു എന്നുള്ളതും നാം ഓർക്കണം. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ ചിന്തയ്ക്ക് വിരാമമിടുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, കഷ്ടത ഒരനുഗ്രഹമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. സ്തോത്രം. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. സ്തോത്രം. അത് അവൻ്റെ ന്യായപ്രമാണങ്ങൾ, അവൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ എനിക്ക് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ കഷ്ടത എന്നേക്കുമല്ല ഉള്ളതല്ല. അതൊരു ടൈം പീരീഡിലേക്ക് മാത്രമുള്ളതാണ്. അത് കഴിയുമ്പോൾ അത് അവനെ വിട്ട് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യ തേജസ്, അവന് വേണ്ടി ഒരുക്കിയ ഒരു സിംഹാസനം, അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നന്മ, ഹല്ലേലൂയ, അതുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്ന സ്തോത്രം. പൗലോസിനോട് ചേർന്ന്, ദാവീദിനോട് ചേർന്ന് സ്തോത്രം, ഹല്ലേലൂയ, അനേക പിതാക്കന്മാരോട് ചേർന്ന് നമുക്ക് പറയാം, കഷ്ടത എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെ. ഈ കാലഘട്ടത്തിൽ പൊതുവെ കഷ്ടതയെക്കുറിച്ചുള്ള ഒരു വീക്ഷണം എന്നുള്ളത് സ്തോത്രം, അത് ഒരിക്കലും ഭക്തന് വരികയില്ല എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ കഷ്ടത ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, കഷ്ടത എന്നുള്ളതൊരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അതിലവനൊരു വിടുതലുണ്ട്. അതൊരു ടൈം ബൗണ്ടാണ്. സ്തോത്രം. അത് കഴിയുമ്പോൾ അവൻ ശ്രേഷ്ഠതയിലേക്ക് കയറി വരും എന്നുള്ളതാണ് കഷ്ടതയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം. അതുകൊണ്ട് ഹല്ലേലൂയ, അല്പമായ കഷ്ടങ്ങൾ ലഘുവായതെന്ന് എഴുതിയിരിക്കുന്നത്, ചെറുതെന്ന് എഴുതിയിരിക്കുന്നത്, തേജസ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അനവധി തേജസ് എന്ന, അതൊരു വലിപ്പത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ചെറുതാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ചെറുതെന്ന് എഴുതിയിരിക്കുന്നത്. ഈ ചെറിയ കഷ്ടതയിൽ പിന്മാറിപ്പോകാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ പഠിച്ച് ആ നിത്യ തേജസ് എന്ന് വെച്ചാൽ വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് അറിവാൻ നമുക്കിടയായി തീരട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഞെരുക്കത്തിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിലാകുമ്പോൾ കർത്താവെ ഒരിക്കലും പിറുപിറുക്കാതെ, പിന്മാറിപ്പോകാതെ കർത്താവിനെ അടുത്തറിഞ്ഞ് ഹല്ലേലൂയ ജീവിപ്പാൻ ഈ വചനം സഹായമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അവരെ സഹായിക്കണമേ. കൃപ അവരിൽ ധാരാളം പെരുകണമേ. ആശ്വാസം ധാരാളം പെരുകണമേ. ഹല്ലേലൂയ. അതേ കർത്താവേ, സ്തോത്രം. അങ്ങയുടെ ശക്തി അവരിൽ ധാരാളം പെരുകണമേ അപ്പ. അതനുഭവിച്ച് കർത്താവേ, ഹല്ലേലൂയ, ആ കഷ്ടത ഒരു പ്രശംസാ വിഷയമായി, അതെ, നിത്യ തേജസ്സിൻ്റെ ഹല്ലേലൂയ കാരണമാക്കി അവർക്ക് തീർത്തവരെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആജുമച്ചക്ക് സുവിശേഷത്തിനുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനതയുടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.